അതങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യണം. കല്യാണം കഴിഞ്ഞ് നമുക്ക് മാറി താമസിച്ചാലോ? അതെന്തിനാ? എടാ, നിന്റെ വീട് ഒരു സിറ്റിയുടെ നടുക്കല്ലേ? അവിടെ എപ്പോഴും ഭയങ്കര തിരക്കാ. പിന്നെ അച്ഛനും അമ്മയും മുകളിൽ വാടകക്കാർ. നമുക്കൊരു പ്രൈവസി ഒക്കെ വേണ്ടേ? പ്രൈവസിക്കല്ലേ റൂമുള്ളത്? അങ്ങനെയല്ലടാ, ഒരു ഗ്രാമത്തിൽ പോയി നമുക്ക് താമസിക്കാം. പാടത്തിൻ്റെ നടുക്കൊരു വീട്, അവിടെ ഒരു വലിയ മരം, അതിലൊരു ഊഞ്ഞാൽ, കുറേ കിളികൾ, പിന്നെ ഞാനും നീ മാത്രം. പാടത്തിൻ്റെ അടുക്കൊരു വീട്, രാത്രി മൊത്തം ചീവിണ്ട് വച്ചിരിക്കും, പിന്നെ കൊതുകുണ്ടാവും, പിന്നെ പാമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്ത് കഴിഞ്ഞാൽ വീട് മൊത്തം വെള്ളമായിരിക്കും. അപ്പോൾ ഈ പാടത്തിന് നടക്കുന്ന ആരും വീട് വെച്ച് താമസിക്കാറില്ലേ? ഉണ്ട്, വയലിൽ പണിയെടുക്കുന്നവരവിടെ വീട് വയ്ക്കും. പക്ഷേ ഈ ഇൻഫോ പാർക്ക് വർക്ക് ചെയ്യണം, നമ്മളെന്തിനാ അവിടെ വീട് വെച്ച് താമസിക്കുന്നത്? അതൊക്കെ ലോളമുണ്ട്. ആ ഉണ്ട്, നിന്നല്ലേ പ്രേമിക്കണേ. അതെ, ഇനി ഇവിടെ ഇരുന്നാൽ ശരിയല്ല, നമുക്ക് പോവാം. പോവല്ലേ, കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോവാം. ഇനി പോകുന്ന വഴിക്ക് വണ്ടി ചാർജ് ചെയ്യണം. അതുപോലെ ആ സമയത്ത് നമുക്ക് കഴിക്കാൻ കയറാം. അങ്ങനെ ആകുമ്പോൾ ഒരു 6 മണിയാകുമ്പോഴത്തേക്കും എനിക്ക് തന്നെ അവിടെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. ആ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തപ്പോഴേ ഞാൻ പറഞ്ഞതാ വല്ല ബുള്ളറ്റ് എടുക്കാമെന്ന്. ഇപ്പം അതിനുവേണ്ടി നമ്മുടെ ടൈം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നില്ലേ? എടി, പെട്രോളിന് എന്താ വില എന്ന് നിനക്കറിയാവോ? ഈ ബുള്ളറ്റിനാണെങ്കിൽ മാക്സിമം പോയി ഒരു 25 മൈലേജ് കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ഈ പോക്കും വരവും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ആയാലും ഒരു 220 രൂപയാകും. നമ്മുടെ ഇലക്ട്രിക് സ്കൂട്ടറിനാണെങ്കിലോ വെറും 30 രൂപ വരുന്നുള്ളൂ. അതുമല്ല, ഫ്യൂച്ചർ ഇലക്ട്രിക്കാണ്. അപ്പം നമ്മുടെ സമയം പോകുന്നത് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല? നമ്മൾ ഒരുമിച്ചല്ല സ്കൂട്ടറിന് പോകുന്നത്. ഇവനൊക്കെ പ്രേമിക്കണം നേരത്ത് പോവാണോ? ആ, ഞാൻ പോവാ. വല്ല ഡീസൽ ബസ്സിനും കയറി പോക്കോളാം. ഇതൊക്കെ ഇനി ഞാൻ എടുക്കണമായിരിക്കും. അതിലും ഭേദം എൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിന് പോകുന്നതാ. ഇതൊക്കെ ചെരുപ്പൊന്നും വേണ്ട, കാല് പൊള്ളിട്ട് ഓടില്ലല്ലോ. അതെ,